ഹലോ എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കസ്റ്റാർഡ് പൗഡറാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മിക്സിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ സെയിം ടേസ്റ്റിലാണ്, അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി അരക്കപ്പ് പഞ്ചസാരയ്ക്ക് ചേർക്കുന്ന ബാക്കിയുള്ള അളവുകൾ പറയാം. അത് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. അളവുകൾ തെറ്റാതെ തന്നെ എടുക്കണം. ആ ഒരൊറ്റ കാര്യം മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പാൽപ്പൊടിയാണ്. അരക്കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് പാൽപ്പൊടിയാണ്. ഇനി നമ്മൾ അതേ അളവിൽ തന്നെ 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിയും കോൺഫ്ലോറും ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കസ്റ്റർഡ് പൗഡറിന് ഒരു അടിപൊളി ഒരു ഐസ്ക്രീമിൻ്റെ മണമൊക്കെ വരാനായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു 3 ഏലക്ക ഈ സമയം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കളറ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കളറ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കളറ് ചേർക്കുകയാണെങ്കിൽ ആ കസ്റ്റർഡ് പൗഡറിൻ്റെ ഒരു ചെറിയൊരു ക്രീം ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇനി നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടൊരു പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റർഡ് പൗഡറൊക്കെ നല്ല പൗഡർ പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. പിന്നെ പൊടിച്ചിട്ട് വന്ന് നമ്മളിതിൻ്റെ ജാറിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഐസ്ക്രീമിൻ്റെ മണമാണ്. നല്ല അടിപൊളി ഒരു ഫ്രഷ് മണമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇതിന് ആ ഒരു കളറില്ലല്ലോ, കസ്റ്റർഡ് പൗഡറിൻ്റെ ഒരു കളറില്ലല്ലോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, കസ്റ്റർഡ് പൗഡറിൻ്റെ കളർ തന്നെ കിട്ടും. ഇനി അത് നമ്മൾ കളറ് ചേർത്തത് കൊണ്ടാണ്. ഇനി കളറ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ചേർക്കണം എന്നൊരു ആവശ്യമില്ല, ചേർക്കണ്ട. ചേർത്തില്ലെങ്കിലും കസ്റ്റർഡ് പൗഡറിൻ്റെ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ കളറൊന്ന് കാണിക്കാനായിട്ട് കുറച്ച് കസ്റ്റർഡ് പൗഡർ എടുത്ത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കസ്റ്റർഡ് പൗഡർ വീട്ടിൽ തന്നെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളറ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കസ്റ്റർഡ് പൗഡർ എല്ലാം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കസ്റ്റർഡ് പൗഡർ ഇരിക്കുന്ന പോലെ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.